ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലത്തെ ഫ്ലാറ്റ് സീക്വൻസ് വെച്ചിട്ട് ആരിയിലെ ബേസിക് സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഫ്ലാറ്റ് സീക്വൻസുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ആരി ബേസിക് സ്റ്റിച്ച് ഫ്ലാറ്റ് സീക്വൻസ് വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 14ൻ്റെ ഒരു നീഡിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഫ്ലാറ്റ് സീക്വൻസും പിന്നെ ഇതാ നമ്മളുടെ സെറി ത്രെഡ് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ഒരു ലൂപ്പ് എടുക്കാം. അപ്പോൾ എൻഡ് നോട്ടിൻ്റെ പകരം ഞാൻ ഫസ്റ്റ് വെറുതെ ഒരു ലൂപ്പ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഒരു ലൂപ്പും കൂടെ എടുക്കാം. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ആരി ബേസിക് സ്റ്റിച്ചസിനകത്തൊക്കെ നമ്മൾ ആദ്യമേ തന്നെ എൻഡ് നോട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനിവിടെ എൻഡ് നോട്ടല്ല കേട്ടോ ചെയ്തേക്കുന്നത്. നമ്മളുടെ മുന്നത്തെ ആരി ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോസിനകത്ത് ഞാൻ ആദ്യം എൻഡ് നോട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയിൽ നിന്നുള്ള വീഡിയോസ് കാണുന്നവർ ആദ്യമേ തന്നെ നമ്മളുടെ മറ്റ് വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിനകത്തേക്ക് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ അല്ല കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ആ ഒരു ലൂപ്പിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു ഫ്ലാറ്റ് സീക്വൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ ഫ്ലാറ്റ് സീക്വൻസിൻ്റെ, അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കുത്തിയതിന് ശേഷം അടുത്ത ലൂപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുത്തു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത്രയും ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ നമ്മളുടെ ലൂപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ടിതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ അടുത്ത ഒരു ലൂപ്പ് എടുത്തു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ ആ ഒരു ഫ്ലാറ്റ് സീക്വൻസ് അവിടെ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ഫ്ലാറ്റ് സീക്വൻസ് ആ ഒരു ലൂപ്പിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ലൂപ്പ് ഈ ഒരു ഫ്ലാറ്റ് സീക്വൻസിൻ്റെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ കുത്തി അടുത്ത ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത ഒരു ഫ്ലാറ്റ് സീക്വൻസ് ഇവിടെ വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ആ ഒരു ലൂപ്പ് വെച്ചിട്ട് ഇതാ ഈ ഒരു ഫ്ലാറ്റ് സീക്വൻസിൻ്റെ ഉള്ളിലൂടെ അടുത്ത ഒരു ലൂപ്പ് എടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത് തന്നെ ആ ഒരു സീക്വൻസിൻ്റെ അടുത്ത് ഇതുപോലെ കുത്തി അതിൻ്റെ ഉള്ളിലൂടെ അടുത്ത ലൂപ്പ് എടുത്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കത് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റിച്ച് ഞാൻ ഇവിടെ ഒന്ന് എൻഡ് നോട്ടിട്ട് അവസാനിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലാറ്റ് സീക്വൻസ് വെച്ചിട്ട് ചെയ്യുന്ന അടുത്ത ആരി ബേസിക് സ്റ്റിച്ച്. ഈ ഒരു സ്റ്റിച്ചും ഒരു ബേസിക് സ്റ്റിച്ച് ആണെങ്കിൽ പോലും നമുക്ക് ബോർഡറിലൊക്കെ ചെയ്യാൻ പറ്റുന്നതും യോക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ.